ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്നാപക യോഹന്നാൻ പറയുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ ഈ ഒരു വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം അല്ലേ. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ വളരണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയർച്ച ഉണ്ടാവണം, നല്ല ജോലി കിട്ടണം, എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണം. ഈ ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എങ്ങനെയെങ്കിലും അവൻ വളർന്നാൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത എങ്ങനെയെങ്കിലും അവനെ ഒന്ന് തകർക്കണം, അവൻ്റെ ജീവിതത്തിൻ്റെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മൾ മാറിപ്പോയിട്ടില്ലേ? അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്, നിൻ്റെ മനസ്സിൽ, നിൻ്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാവണം. എന്താണ് മാറ്റം? നിന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മാറണം. ഞാനെന്ന ഭാവത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ തകർന്നു പോകും. യോഹന്നാൻ്റെ ശിഷ്യന്മാർ പോലും വന്നൊരു പരാതി കണക്കാണ് യോഹന്നാനോട് പറയുന്നത് അല്ലേ. അതേ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ അപ്പറേ മാമോദീസ നൽകുന്നു, നിന്നേക്കാൾ വലിയവനായിട്ടിരിക്കുന്നു അവൻ. അത് കണ്ടപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, അവൻ വളർന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചെറുതാകാം. സ്നേഹമുള്ളവരെ, ഈ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഒരിക്കലും നിരാശ തോന്നത്തില്ല കേട്ടോ. നമ്മൾക്ക് ഇപ്പോഴെന്താ, അവൻ തകർന്നാലും എനിക്ക് വളരണം. അവനൊരു ടി വി വാങ്ങിച്ചാൽ എനിക്ക് 2 വാങ്ങിക്കണം, അതിനേക്കാൾ വലുത് വാങ്ങിക്കണം. അവനേക്കാൾ വലിയവനാണ് എന്ന് കാണിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഈശോ എന്നോട് പറയുന്നത്, എന്താ അവൻ വളർന്നാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ വളർച്ചയിൽ അവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കാത്ത ഒറ്റ ഒരു കാരണമേ ഉള്ളൂ, സ്വാർത്ഥത. ഞാനെന്ന ഭാവം എന്നിലേറെയാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ സ്വാർത്ഥത എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം എനിക്കൊരിക്കലും അപരൻ്റെ വളർച്ചയിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും അവനെ താഴ്ത്താനായിട്ട് പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്വാർത്ഥത വെടി. ഞാനെന്ന ഭാവം വെടിയുന്നിടത്ത് മാത്രമേ എനിക്ക് മറ്റുള്ളവൻ്റെ വളർച്ചയിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും സ്വാർത്ഥത പൂർണ്ണമായിട്ട് വരിക. മറ്റൊരുവൻ വളരുന്നത് കാണുമ്പോൾ ഒരിക്കലും വിഷമിക്കാതെ അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, അവനെ ചേർത്ത് പിടിക്കുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.